നമസ്കാരം. എൻ്റെ പേര് കൊച്ചിനിയൻ എന്നാണ്. ഞാനൊരു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. ഞാനിവിടെ ഉന്നയിക്കാൻ പോകുന്ന വിഷയം, ഇതൊരു പ്രധാന റോഡ് കടന്നു പോവുകയാണ്. ഈ റോഡ് ഉയരത്തിൽ ചെയ്തത് കാരണം ഈ താഴോട്ടുള്ള വഴി ഒരുപാട് താഴ്ചയിലായിപ്പോയി. അപ്പോൾ അത് കാരണം ഇവിടെ ഒരു ഇടറോഡ് വന്ന് കയറുന്നത് ഒരാൾക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. വാഹനത്തിൻ്റെ പെട്ടെന്ന് കടന്നു വരും. ഇവിടുന്ന് ഒരു കയറ്റം കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് വാഹനം വന്നാൽ അതുമായിട്ട് കൊളീഷൻ നടക്കാനുള്ള സാധ്യതയാണ്. വലിയ അപകടമാണ്. പല അപകടങ്ങളും ഇവിടെ നടന്നിട്ടുമുണ്ട്. രണ്ടാമത്, ഇനി അഥവാ പെട്ടെന്ന് പിടിച്ചു നിർത്തിയാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളോ അല്ലെങ്കിൽ വലിയ പരിചയമില്ലാത്തവരാണെങ്കിൽ വണ്ടി താഴോട്ട് പോയി മറിഞ്ഞു വീണ് പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ റോഡിൻ്റെ നിർമ്മാണ സമയത്ത് തന്നെ പറഞ്ഞതാണ്. യാതൊരു കാരണവശാലും ഈ റോഡ് ഇങ്ങനെ ഉയർത്തരുത്, അല്ലെങ്കിൽ താഴ്ത്തി തന്നെ പണിയണം എന്ന് പറഞ്ഞതാണ്. അതല്ലെങ്കിൽ ഈ റോഡ് ഉയർത്തണമെന്ന് പറഞ്ഞിട്ട് ചെവിക്കൊള്ളാതെയാണ് പൊതുമരാമത്ത് വകുപ്പ് ഈ പണി ചെയ്തത്. ഇപ്പം നിങ്ങൾ തന്നെ കാണും, വലിയ താഴ്ചയാണ്. അതുകൊണ്ട് ഒരാളിപ്പുറത്ത് താഴ്ചയാണ്. എന്നിട്ട് ഇവിടെ ഇടിഞ്ഞു കിടന്നെയാണ്. അത് നാട്ടുകാർ കോൺക്രീറ്റ് ചെയ്തു. ഇപ്പോൾ സംഭവിച്ചത് 15 വർഷമായി റോഡിൻ്റെ നിർമ്മാണം നടന്നിട്ട് അന്നേ ഇത് ആവശ്യപ്പെട്ടതാണ്. 15 വർഷമായിട്ട് നാട്ടുകാരിത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാരെ സമ്മതിക്കണം. കാരണം ഈ പല അപകടങ്ങളായപ്പോൾ ഒടുവിൽ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ട്, സ്ഥലം പഞ്ചായത്ത് മെമ്പർ ടിജു യോഹന്നാനാണ്, അദ്ദേഹം 4.5 ലക്ഷം രൂപ വകയിരുത്തി ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. അത് തന്നെ വളരെ വർഷങ്ങൾ വേണ്ടി വന്നു. എങ്കിലും നല്ലൊരു കാര്യം. പഞ്ചായത്ത് ഇതുപോലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡല്ല സാധാരണ എടുത്താൽ അവർക്ക് നാട്ടിലെ ചെറിയ റോഡുകൾ ചെയ്യാൻ അവസരം കിട്ടത്തില്ല. അതാണ് ഇതിൻ്റെ പ്രധാന വിഷയം. പിന്നെ ഈ റോഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കാത്ത ഒരു റോഡാണ്. ഏതാണ്ട് 11.5 കോടിയോളം രൂപ ചെലവഴിച്ച റോഡാണ്. ആദ്യം ഇത് 9 കോടിയായിരുന്നു. 5.5 കിലോമീറ്ററേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ നീളം. അതായത് ചിരട്ടക്കോണത്തുനിന്ന് കോക്കാട് ഗുരുമന്ദിരത്തിൻ്റെ അപ്പുറം വരെ 5.5 കിലോമീറ്റർ റോഡിനാണ് 11.5 കോടി മൊത്തത്തിൽ ചിലവാക്കിയിരിക്കുന്നത്. ഇത് ജി സുധാകരൻ മന്ത്രിയായിരുന്നപ്പോൾ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചു. ജനങ്ങളുടെ എല്ലാം പരാതി കാരണം ഞാനടക്കം പരാതി കൊടുത്ത് ഉദ്ഘാടനം മാറ്റിവെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ റോഡിന് ഈ മുൻപ് നമ്മുടെ ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിയായ റിയാസ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത്, ഈ കോൺട്രാക്ടർ, അതായത് ഒരു റോഡിന് ഒരു 7 കോടിയോ 5 കോടിയോ വെച്ചതിന് ശേഷം പിന്നെ കോൺട്രാക്ടറും ചില MLA മാരുമായിട്ട് ചേർന്ന് വീണ്ടും ഫണ്ട് കയറ്റി വയ്ക്കും. അഡീഷണൽ ഫണ്ട് കയറ്റുന്ന ഒരു ഇടപാടുണ്ട്. ഇനി അത്തരത്തിലുള്ള ഫണ്ടിങ് നടക്കത്തില്ല. അങ്ങനെ കോൺട്രാക്ടറും MLAയും കൂടി എന്നെ കാണാൻ വരേണ്ടതില്ല എന്നൊരിക്കൽ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് തന്നെ ഇത് പറയുകയുണ്ടായി. എന്തായാലും ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടി പെടണം. ഇത്തരത്തിലുള്ള റോഡ് നിർമ്മാണത്തിൽ ഒരുപാട് അപകടങ്ങളുണ്ട്, അഴിമതിയുണ്ട്. ഈ റോഡിൻ്റെ വലിയ അഴിമതിയാണ്. ഈ 5.5 കിലോമീറ്റർ നീളത്തിലുള്ള റോഡിന് ഏതാണ്ട് 11.5 കോടി ചിലവഴിച്ചിട്ടും ഇടറോഡുകൾ വന്ന് കയറുന്നിടത്ത് ഏറ്റവും ഡേഞ്ചറായ സിറ്റുവേഷനാണ്. ഇതിവിടെ മാത്രമല്ല, ഈ കോക്കാട് ആഡിറ്റോറിയത്തിൻ്റെ അവിടെ ഒരു റോഡ്, ആഡിറ്റോറിയത്തിലേക്ക് പോകുന്ന വഴി നിരവധി ആളുകളാണ് അവിടെ ആക്സിഡൻറ്റിൽപ്പെട്ടത്. പലരും എന്നോട് പറഞ്ഞാൽ എന്നേ ഒരു ലൈവ് ഇടണം, ഫേസ്ബുക്കിൽ ഇടണം. ഞാനത് പ്രകാരം പൊതുമരാമത്ത് വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്, പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ യാതൊരു നടപടിയുമില്ല. എന്തായാലും പഞ്ചായത്ത് 4.5 ലക്ഷം രൂപ മുടക്കി ഇത് ചെയ്യാൻ തീരുമാനിച്ചു. പഞ്ചായത്തിനെ കൊണ്ട് മാത്രമായിട്ട് ഈ 4 ലക്ഷം രൂപ മുടക്കി തീരാത്തത് കൊണ്ട് ജനങ്ങൾ കൂടി സഹകരിച്ചു. ഒരു കബീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഏതാണ്ട് ഒരു 25,000 രൂപയോളം മുടക്കി. നാട്ടിൽ നിന്ന് കുറേ പേര് സമാഹരിക്കുകയും ചെയ്തു. കക്ഷി രാഷ്ട്രീയ ഭേദമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതൊന്നുമില്ലാതെ തന്നെ ഈ പാറ ഇളക്കി മാറ്റണം. ഇവിടെ ഒരു വലിയ പാറ ഇരിപ്പുണ്ടായിരുന്നു. ഈ പാറ പൊട്ടിച്ച് മാറ്റി വലിയ തുക ചിലവഴിച്ചു കഴിഞ്ഞു. ഇതോടകം തന്നെ 25,000 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 25,000-ഓളം ചിലവായി കഴിഞ്ഞു. അപ്പോൾ ഇത് കബീർ എന്ന് പറയുന്ന ഇത് ഇവിടുത്തെ ഒരു അത്യാവശ്യം പൊതുരംഗങ്ങളിലൊക്കെ നിൽക്കുന്ന ആളാണ്, നിസാമാണ്. അപ്പോൾ അദ്ദേഹത്തിനും പറയാം. കബീർ എന്ന് പറയുന്ന സഹോദരനാണ് ഈ പാറ സ്വന്തമായിട്ട് പുള്ളിയുടെ പൈസ കൊണ്ടാണ് ഈ പാറ ഇളക്കി കൊടുത്തത് ഈ റോഡ് പണിയുന്നതിന് വേണ്ടി. ഇപ്പോൾ ഇത് അങ്ങോട്ട് പോട്ടത്, ഈ റോഡെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇവിടെ ഒരു ഭയങ്കര അപകട സാധ്യതയായിരുന്നു. ഇത് നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ കയറ്റം എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാർ വരുമ്പോൾ ഇത് കയറ്റം പെട്ടെന്ന് കയറിഞ്ഞ് വരും. ഒരു വലിയ അപകട സാധ്യതയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് കിട്ടി, അങ്ങനെ ഇപ്പം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉയർത്താൻ തീരുമാനിച്ചു. അതെ. അപ്പോൾ എന്തായാലും
ഇതാണ് ഇവിടെ. ഇത് മാത്രമല്ല, പഞ്ചായത്ത് ഒരു ലെൻസ് അവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം ഈ അപകടങ്ങളുടെ പെരുക്കം കാരണം ഒരു ലെൻസ്, അതുകൊണ്ടാണ് അവിടെ അത് വെച്ച ആ ഒരു ലെൻസ് വെച്ച കാര്യം തന്നെ അത് തന്നെ. അതെ, അവിടെ ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. അതിലും നിൽക്കാത്ത രീതിയിലുള്ള അപകടങ്ങളാണ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു പോസ്റ്റ് ഇവിടെ റോഡ് കാണാൻ പറ്റില്ല. ഇതെല്ലാം വലിയ വിഷയങ്ങളാണ്. അതായത് റോഡിന് വീതി ഇവിടെ വരെ കിടക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. കിടക്കുമ്പോഴാണ് ഇവിടെ വരെ യഥാർത്ഥത്തിൽ അന്നേ ചെയ്യേണ്ടതാണ്, റോഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ വരെയെങ്കിലും ഉയർത്തണമായിരുന്നു. എങ്കിലും ഇതിപ്പോൾ ഒരു വണ്ടി വന്ന് നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ കയറുന്ന നിലയിലേക്കാണ് അപകടരഹിതമായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത് കോക്കാട്ടും ഇതുപോലെ നിർമ്മിച്ചു കഴിഞ്ഞു. കോക്കാടുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു റോഡുണ്ട്. ഇതുപോലെ ഒരു ഇട റോഡ് വന്ന് കയറുന്നുണ്ട്. അവിടെ അപകടമുണ്ട്. അപ്പോൾ ഇതുപോലെ നിരവധി ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ വികസനം എന്ന് പറഞ്ഞ് വലിയ തള്ളുന്ന വികസന നായകന്മാർ വലിയ ബോർഡുകളൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ ഈ യഥാർത്ഥത്തിൽ ഇവരുടെ പല വികസനങ്ങളും പടവലങ്ങിയ പോലെ കീപ്പോട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ഒരു ഉദ്ഘാടനം നടക്കുന്നു. സ്കൂളിൻ്റെ വാർഷികം. ചെണ്ടമേളവുമായിട്ട് സ്ഥലം MLA വിളിച്ചുകൊണ്ടിരുവാണ്. നല്ല കാര്യം, ചെണ്ടമേളം നടത്തുന്നതിന് നമ്മളെതിരായി. എന്ത് കാര്യത്തിനാണ് ഒരു ഉദ്ഘാടനം നടത്തുന്നത്? അതായത് നമ്മുടെ ഇതിന് പണം മുടക്കിയ പുള്ളിയാണ്. ഈ 25,000 രൂപ സ്വന്തമായിട്ട് മുടക്കി പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള പൈസയാണ് മുടക്കിയേക്കുന്നത്. പുള്ളി സ്വന്തമായിട്ട് 25,000 രൂപ കൊടുത്ത് ഈ പാറ പൊട്ടിച്ചതും കാര്യങ്ങളും എല്ലാം പുള്ളിയാണ് ചെയ്തത്. നമസ്കാരം. ഈ റോഡിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട്. റോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ പരിതാപകരമായ റോഡായിരുന്നു. വിഷമത്തിലും ബുദ്ധിമുട്ടിലും കിടന്ന കാര്യം. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഈ മെയിൻ റോഡ് എത്രയോ കോടി രൂപ, 11 കോടിയാണെന്ന് തോന്നുന്നു എൻ്റെ ഉദ്ദേശം, അത്രയും കോടി കൊടുത്ത് നന്നാക്കിയിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം പോലും ആകാതെ സൈഡ് പകുതി പണിയിട്ടിട്ട് പോയൊരു ഘട്ടമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ പാച്ച് റോഡുകൾ ചെയ്തിട്ടില്ല, അതിൻ്റെ വല ചെയ്തിട്ടില്ല, ഇൻ്റർലോക്ക് പറഞ്ഞ് അത് ചെയ്തിട്ടില്ല. അന്ന് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഞാൻ കൂടെ ഈ റോഡിന് ഉണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ അദ്ദേഹം എങ്ങനെ ബില്ല് മാറിയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ബില്ല് അത് മാറിക്കൊണ്ട് പോയി. അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കാതെ ബില്ല് മാറത്തില്ലല്ലോ. നമ്മുടെ MLAയുടെ കെയർ ഓഫിലാണ് ചെയ്ത റോഡാണ്. അതിലുപരി അന്ന് നമ്മൾ പല രാഷ്ട്രീയക്കാരെയും ബന്ധപ്പെട്ട് സമീപിച്ച് പറഞ്ഞ് നമ്മുടെ ആ പാച്ച് റോഡ് ഇറങ്ങിപ്പോന്നിട്ട് വലിയ അപകടം സൃഷ്ടിക്കുന്നുണ്ട്. ഒരുപാട് അപകടമുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവിടെ ബൈക്കിലൊക്കെ മറിഞ്ഞ് ഇതൊന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ ആരും മുന്നോട്ട് വരികയും ചെയ്തില്ല, വരാൻ താല്പര്യപ്പെട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഞാൻ പഞ്ചായത്ത് മെമ്പറെ കണ്ട്, അതിനുള്ള മെമ്പർമാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള മെമ്പറെ, അതായത് കഴിഞ്ഞ സീസണുള്ള ടിജു മെമ്പറിനെ കണ്ട്, അദ്ദേഹത്തിൻ്റെ എൻ്റെ വ്യക്തിപരമായിട്ടും സ്നേഹമൊക്കെ ഉള്ള ആളാണ്. നമ്മൾ ക്ലാസ്മേറ്റാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് എന്നെ കൊണ്ട് ഒക്കുന്ന ഫണ്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റുള്ള ഫണ്ടെല്ലാം അവിടെ കൊണ്ടുപോയി വെച്ച് തന്നു. നമ്മുടെ പേർക്ക് എന്നെ വിളിച്ച് എസ്റ്റിമേറ്റ് എടുത്തു, എല്ലാ കാര്യം ചെയ്തു തന്നു. അതിലുപരി ഇപ്പം പാറ പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആരും തയ്യാറായില്ല. പാറ പൊട്ടിച്ചാൽ ഈ റോഡിൻ്റെ അവസ്ഥ വരും, ഇടുങ്ങിപ്പോവും. അതുകൊണ്ട് അദ്ദേഹം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പൈസ മുടക്കി ചെയ്യാൻ പറഞ്ഞ് ഏകദേശം 25,000 രൂപ കൊടുത്തു, ചെയ്തു. അതും ചെയ്ത് ഏതായാലും റോഡ് ഇത്ര ഘട്ടമായി. ഇപ്പോൾ ഏതായാലും മെമ്പറിനും നന്ദി അറിയിക്കുന്നു. നാട്ടുകാരെല്ലാവരും സഹായിച്ചു എല്ലാവർക്കും വളരെ നന്ദി അർപ്പിക്കുന്നു. ഇതേപോലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വല്ല ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് നമുക്ക് അഭിപ്രായം ഉള്ളത്. അപ്പോൾ ഇതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത്തരത്തിൽ ഇനി ആയാലും PWD വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിൽ അപകടരഹിതമായി ഒരു വലിയ വികസനം വരുമ്പോൾ അതിൻ്റെ പേരിൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ്. മാത്രവുമല്ല, അഴിമതിക്കെതിരെ ഞാൻ നിരന്തരമായി വർത്തമാനം പറയുന്ന ഒരാളാണ്. നിങ്ങൾ എല്ലാം എന്നെ ഈ കാര്യത്തിൽ ഈ അഴിമതിരഹിതമായ ഒരു വികസനത്തിന് വേണ്ടിയുള്ള എൻ്റെ ഈ പരിശ്രമത്തിന് നിങ്ങളുടെ എല്ലാം പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.